എല്ലാവരുടെയും വിചാരം ചക്ക കഴിച്ചാൽ ഷുഗർ കുറയും, അതുകൊണ്ട് എല്ലാ നേരവും ചക്ക കഴിക്കാമെന്ന്. നമ്മളുടെ മനസ്സ് കാമാവുന്ന, നമുക്ക് ഉറക്കം നേരെ കിട്ടാൻ വരുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഒബീസിറ്റി കുറയ്ക്കാനുള്ള മെത്തേഡ്സിനെ പറ്റി സംസാരിച്ചാൽ എന്തായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊച്ചിലെ തൊട്ടേ ആഹാരവും നമ്മളുടെ എക്സസൈസും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 50 വയസ്സിൽ വരുന്നത് ചിലപ്പോൾ 70 വയസ്സിലായിരിക്കും വരുന്നത്. ഫുഡ് കഴിച്ചിട്ട് ശരിക്കും ഒരു 10 മിനിറ്റ് ഒന്ന് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷുഗർ സ്പൈക്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഞാനൊരു 30കളുടെ പകുതിയിലുള്ള എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉള്ള ഒരു ആളാണ്. എനിക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ പണ്ട് പറയുന്നത് 45 വയസ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെയാണ്. ഇപ്പം 45 വയസ്സെന്നൊരു വയസ്സേ അല്ല, 20 വയസ്സിലും നമ്മൾ ഡയബറ്റീസ് കാണുന്നുണ്ട്, 10 വയസ്സിലും ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നുണ്ട്. മാം, ഒരു ഡയബറ്റോളജിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് കുറേ കാലങ്ങളായുള്ളൊരു സംശയമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു പ്രമേഹ രോഗിയായാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രമേഹ രോഗിയായിരിക്കും. പിന്നെ നമുക്ക് ഡയബറ്റീസ് കൊണ്ട് ജീവിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ, നിർവാഹമുള്ളൂ. അത് ശരിയാണോ? ശരിക്കും ഡയബറ്റീസ് എന്ന് പറഞ്ഞത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ, ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോഴ് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ വന്ന് ഡയബറ്റീസ് റെമിഷൻ എന്ന് പറയുന്നെങ്കിലും അത് ഒരു 5 കൊല്ലം വരെയൊക്കെ നമ്മൾക്ക് സ്റ്റഡീസ് ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ജീവിതകാലം മുഴുവൻ ഡയബറ്റിസ് എന്നൊരു രോഗം നമുക്ക് വന്നിരുന്നു എന്നുള്ളൊരു ധാരണ മനസ്സിൽ എന്തായാലും വേണം. ഇല്ല, നമ്മളുടെ ജീവിതശൈലി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആ രോഗം വരും. അതിനെ ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതൊരു ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ്, അതാണ് ഡയബറ്റിസ്. അതിനെ ശരിക്കും രോഗമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ജീവിതത്തിനോട് അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. മാം, ഇത് പറയുമ്പോഴും നമുക്ക് മനുഷ്യരോട് പറയാൻ പറ്റുമോ, ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഡയബറ്റിസ് വരാനുള്ള റിസ്കിലാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ആ ഘടകങ്ങൾ? മെയിനായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സാണ്. ഡയബറ്റിസ് തന്നെ പലതരം ഡയബറ്റിസ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2. ടൈപ്പ് 1 എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഗ്രൂപ്പാണ്. അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇൻസുലിൻ അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ടൈപ്പ് 2 ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് വരുന്ന ഒരു പ്രശ്നം, കൂടുതലും ജനറ്റിക്സ് ആണ്. അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പം ഇവർക്ക് ഒരു ജനറേഷനിൽ കാണത്തില്ല, ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് മാത്രമേ ഉണ്ടായിരുന്നു കാണുള്ളൂ. ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്ത് വരാം, അങ്ങനെയും വരാം. അപ്പം ഇതൊരു ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് നമ്മളെ ഇതിനെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊച്ചിലെ തൊട്ടേ ആഹാരവും നമ്മളുടെ എക്സസൈസും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 50 വയസ്സിൽ വരുന്നത് ചിലപ്പോൾ 70 വയസ്സിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കേട്ടിട്ട്, മുൻപ് എൻ്റെ കാലിൽ ഇങ്ങനെ നീര് വരുമായിരുന്നു, കാലിൻ്റെ കണ്ണിൻ്റെ അവിടെ. അപ്പോൾ പറയും ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് വരാൻ ഇങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ ശരീരം എന്തെങ്കിലും ലക്ഷണം ഈ ഡയബറ്റിസിന് മുന്നോടിയായി കാണിക്കാറുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ചും വെയിറ്റ് ലോസ്, മെയിനായിട്ട് വെയിറ്റ് ലോസ്. ഡയബറ്റിസ് കൂടുതലായിട്ട് വരുന്ന ഒരവസ്ഥയിൽ സഡനായിട്ട് വെയിറ്റ് ലോസ് ആണ് വരുന്നത്. മിക്കവാറും ആൾക്കാർ വെയിറ്റ് ലോസ് കാരണം പോയാണ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും ഭയങ്കര ഹൈ ആയിട്ട് കാണുന്നത്. അവർക്കപ്പോൾ നമ്മൾ ചോദിച്ചു വരുമ്പോൾ അവർക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു വലിയൊരു മെൻ്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു വർക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കംപ്ലീറ്റ്ലി സഡൻറി ആയി പോവുമോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കാം ഈ സഡൻ വെയിറ്റ് ലോസിൻ്റെ ഒരു റീസൺ. അത് ശരീരം കാണിച്ചു തരുന്ന ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ചൊറിച്ചിൽ വരിക. ആ ചൊറിച്ചിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. ചിലപ്പോൾ നമ്മളൊരു ആൻറ്റിഹിസ്റ്റമിൻ, ഒരു സെട്രസിൻ പോലത്തെ ഗുളിക കഴിക്കുമ്പോൾ തൽക്കാലത്തേക്ക് കുറയുമായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ചൊറിച്ചിൽ വരിക. പിന്നെ വരുന്ന മുറിവുകൾ ഉണങ്ങാതെ വരിക. പിന്നെ പെരുപ്പ്, കയ്യിലോ കാലിലോ പെരുപ്പ്, വിരലിൻ്റെ തുമ്പിലോ അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകളുടെ തുമ്പിലോ അല്ലെങ്കിൽ കാലിൻ്റെ, അതായത് നമ്മുടെ തൈയുടെ ഔട്ടർ ആസ്പെക്റ്റിൽ, അതായത് തുടയുടെ ഔട്ടർ ഭാഗത്ത് ഒരു പെരുപ്പ്. അതപ്പം പെട്ടെന്ന് ആൾക്കാർ പറയുന്നത്, എൻ്റെ ഉടുപ്പിടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സെൻസേഷൻ തോന്നുന്നു.
അത് മിക്കവാറും എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുമ്പോൾ അതൊന്നും കുഴപ്പമില്ലായിരിക്കും എന്നും പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് പോകുമ്പോഴാണ് ഡയബറ്റിസ് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ കണ്ണിന് കാഴ്ച മങ്ങുക. ഇപ്പോൾ സിസ്റ്റം ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും കാഴ്ച അത് അങ്ങോട്ട് പണ്ടത്തെ പോലെ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അമിതമായ എല്ലാവർക്കും അറിയാവുന്ന 3 കാര്യങ്ങൾ: അമിതമായ ദാഹം, അമിതമായ ക്ഷീണം, പിന്നെ വെള്ളം കുടിക്കുന്നത് കൂടുതൽ, യൂറിൻ പാസ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം നമ്മൾ 3 പീസ് എന്ന് പറയും ഡയബറ്റീസ്. പോളി യൂറിയ എന്ന് വെച്ചാൽ യൂറിൻ കൂടുതൽ പാസ് ചെയ്യുക, പോളി ഡിപ്സിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കുക, പിന്നെ പോളിഫേജിയ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കുക. എത്ര കഴിച്ചാലും മതിയാവാത്ത തോന്നുക. അപ്പോൾ എത്ര കഴിക്കുന്തോറും നമ്മൾ ഷുഗർ കൂടും, അത്രയും തന്നെ യൂറിൻ നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ അതൊരു വിഷ്യസ് സൈക്കിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. ഇതിലെന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നേരത്തെ ചെക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പം മരുന്ന് പോലും ഇല്ലാതെ ഡയറ്റിലും എക്സസൈസിലും ഒക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. മാം, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു 30കളുടെ പകുതിയിലുള്ള എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉള്ള ഒരു ആളാണ്. എനിക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ്, അതായത് ഒരു കോമൺ മാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന നിലയ്ക്ക് എത്ര കാലം കൂടുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? ശരിക്കും നമ്മൾ പണ്ട് പറയുന്നത് 45 വയസ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെയാണ്. ഇപ്പം 45 വയസ്സെന്നൊരു വയസ്സേ അല്ല. 20 വയസ്സിലും നമ്മൾ ഡയബറ്റീസ് കാണുന്നുണ്ട്, 10 വയസ്സിലും ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നുണ്ട്. അപ്പം നേരത്തെ ഇപ്പം നമുക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക. ഫുഡ് കഴിഞ്ഞ് ഒരു 1.5-ക്കും 2 മണിക്കൂറിനിടയ്ക്ക്, അതായത് 2 മണിക്കൂറിനകം എന്ന് പറഞ്ഞാൽ മതി, ആ ഫുഡിന് ശേഷമുള്ള ഒരു ബ്ലഡ് ഷുഗറും. പിന്നെ 3 മാസത്തെ ആവറേജ്, അതാണ് നമ്മൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അതായത് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 3 മാസത്തിൻ്റെ ഒരു കാലയളവിൽ എത്രത്തോളം വ്യത്യാസം വന്നു, അതൊരു ശതമാന കണക്കിലാണ് പറയുന്നത്. ഇപ്പോൾ 5.7% to 6.2% ആണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക്കാണ്. 6.2 ക്രോസ് ചെയ്താൽ നമ്മൾ ഡയബറ്റിക്കാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഒരു 3 മാസത്തിലൊരിക്കൽ നോക്കണം എന്ന് നിർബന്ധമില്ല, 6 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് നോക്കുക. സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു സിംറ്റം, ഇപ്പോൾ പെട്ടെന്നൊരു വെയിറ്റ് ലോസ്, ചിലപ്പോൾ ഒരു 2 കിലോ വെയിറ്റ് ലോസ് ആയിരിക്കും, ഒരു റീസണും ഇല്ലാതെ വെയിറ്റ് ലോസ് വന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിപ്പീറ്റഡ് ആയിട്ടൊരു ഇൻഫെക്ഷൻസ്, അതും ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് ജലദോഷം, ചുമ, പിന്നൊരു ന്യൂമോണിയ, പിന്നൊരു വൈറൽ ഫീവർ, ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നർത്ഥം. അപ്പോൾ ഇമ്മ്യൂണിറ്റി സപ്രഷൻ വരുമ്പം ഒരു റീസൺ ഡയബറ്റിസ് ആകാം, അതല്ലാതെ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഈ കാലിൽ നീര് വരുന്നത് ഡയബറ്റിസുമായിട്ട് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നും ഇല്ല. പക്ഷേ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരുമ്പോഴോ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് വരുമ്പോഴോ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം വരുമ്പോഴോ ഒക്കെ നീര് വരെ. ഇതൊന്നും അല്ലാതെ കോമൺ മാനിലും സ്ത്രീകളിൽ പ്രത്യേകിച്ചും മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ വരുമ്പോഴൊക്കെ നീര് വരാം. അത് ചിലപ്പോൾ അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആവണം എന്നില്ല. മാം, നമ്മൾ ഈ ഡയബറ്റീസ് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാൻ പോകില്ലേ, അതിൻ്റെ ആ വാല്യൂസ് പറയുമോ? നമ്മൾ ഈ ഫാസ്റ്റിങ്ങിൽ എത്രയായിരിക്കണം, ഫുഡിന് ശേഷം എത്രയായിരിക്കണം, ഈ ഫുഡ് ഇടയ്ക്ക് കഴിച്ച് വരാൻ പറയില്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത് പോവേണ്ടത് ടെസ്റ്റ് ചെയ്യാൻ, അത്രയൊന്ന് പറയും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 100 തൊട്ട് 125 വരെ ഉള്ളത് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആണ്. അതായത് ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 100 and 125. 126 ക്രോസ് ചെയ്താൽ ഡയബറ്റിക് ആണ്. പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ 2 അവേഴ്സിനുള്ളിൽ ചെക്ക് ചെയ്യുന്നത്, ഏതൊരു മീൽ കഴിച്ച് 2 അവേഴ്സിനുള്ളിൽ ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗർ എന്ന് പറയും. അത് 140 to 180. 180 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രീ ഡയബറ്റിക് ആണ്. പിന്നെ ഒരു കാഷ്വൽ ബ്ലഡ് ഷുഗേഴ്സ് എപ്പോഴെങ്കിലും പോയി ഒന്ന് നോക്കുക, അതിനാണ് റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് 200 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റായിട്ടും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ആ ഡെഫിനിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഫുഡ് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗറും പിന്നെ ഈ HbA1c. ഇതൊന്നും അല്ലാതെ നമ്മളൊരു ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഗ്ലൂക്കോസ് ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കും, പിന്നെ ഗ്ലൂക്കോസ് കലക്കി തരും. ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി തരും, അത് കുടിക്കുക. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യും.
അപ്പോഴും ഇതുപോലെ ഇതേ വാല്യൂസ് തന്നെയാണ് 140 അല്ല 180ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. മാം, ഞാൻ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് കണ്ടു എന്നിരിക്കട്ടെ, ഞാൻ അപ്പം തന്നെ മെഡിസിനിലേക്ക് കിടക്കണോ അതോ എൻ്റെ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ മതിയോ? എങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നതിന് മെഡിസിൻ്റെ ആവശ്യമില്ല. പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 110 വെച്ചോ, അപ്പോൾ നമ്മൾ ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് മാത്രമാണ്. നമ്മളുടെ ഫുഡിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ഒരു 150 അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു HbA1c നോക്കി അതൊരു 5.9, അപ്പോൾ അതും പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇപ്പം ചിലപ്പം പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്ത് കഴിക്കുമ്പോൾ ബൾക്ക് മീല് കഴിക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ റുട്ടീനൊക്കെ മാറ്റുക, റെഗുലറായിട്ട് ഫുഡ് കഴിക്കുക, പക്ഷേ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. ഒരു സമയത്തും കാർബോഹൈഡ്രേറ്റ് ലോഡ് ആവണമെങ്കിൽ, അതായത് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരു സമയത്ത് ഒരുപാട് കൂടാതിരിക്കുക, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്. ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ പലരും പ്രോട്ടീൻ ഡയറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പ്രോട്ടീൻ നല്ലത് തന്നെയാണ്, അതെല്ലാം എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എടുക്കുക. കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കുറയ്ക്കുക. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ പ്രോട്ടീൻ കൂട്ടാം, പ്രൊവൈഡഡ് നിങ്ങൾക്ക് വേറെ യാതൊരു ഇഷ്യൂസും ഇല്ലെങ്കിൽ, കിഡ്നിക്ക് പ്രശ്നമോ യൂറിക് ആസിഡ് കൂടുതലോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടിയിട്ട് കാർബ് കുറയ്ക്കാം. പക്ഷേ ഈ അനാവശ്യമായ ഈ ഫാറ്റ് ഡയറ്റ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നോർമൽ ഡയറ്റ്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു ഡയറ്റ് പറയുകയാണെങ്കിൽ, രാവിലെ ഇപ്പം ചായയും കാപ്പിയും കുടിക്കുന്ന ആളാണെങ്കിൽ മധുരം ഇല്ലാതെ കുടിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഡയറക്റ്റ് ഷുഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മീല്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കഴിക്കുന്നത് ദോശ ഇഡലിയൊക്കെ അല്ലേ, ആ ദോശ ഇഡലി 4 ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് 2ലേക്ക് ലിമിറ്റ് ചെയ്യുക. അതായത് ഒരു 50% കട്ട് ചെയ്യുക. ഇനിഷ്യലി അത്രേ പറ്റുള്ളൂ, പിന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടെ കുറയ്ക്കാൻ പറ്റിയേക്കും. പക്ഷേ ആ 2 ദോശ കഴിക്കുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി നമുക്കൊരു 11 മണിയാകുമ്പോൾ വിശക്കും. ആ വിശക്കുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഒരു വലിയ ബിഗ് മീല് കഴിക്കാതെ ഒരു ഇപ്പം മോരും വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഫ്രൂട്ട്, ഇതിപ്പോൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ഫുൾ ഫ്രൂട്ട് കഴിക്കാം. ഡയബറ്റിക് ആണെങ്കിൽ ബെറ്റർ ഒരു ഹാഫ് ഫ്രൂട്ട്. പ്രത്യേകിച്ചും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവ്, അതായത് ഷുഗർ ലെവൽസ് കൂട്ടാൻ ഒരുപാട് കൂട്ടാത്ത ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ആപ്പിൾ ആകാം, ഓറഞ്ച് ആകാം, പിന്നെ ഇത് മാതളം അല്ലെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ ചെറിയ പഴം ഒരെണ്ണം കഴിക്കാം. ഏത്തപ്പഴവും നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനമാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഹാഫ് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മിഡ് മോർണിംഗ് കഴിക്കുക. അല്ല ഇത് ഫ്രൂട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് എടുത്തില്ലെങ്കിൽ പിന്നത്തെ മീല് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അതെ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ കൈ കിട്ടുന്നതൊക്കെ കഴിക്കും. അതിന് പകരം ഈ ഇടനേരത്ത് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നട്ട്സ് കഴിക്കാം, 5 10 കഴിക്കാം, അല്ലെങ്കിൽ ഒരു പിടി കപ്പലണ്ടി കഴിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, നമുക്ക് ഷുഗർ അധികം കൂടാത്ത എന്തെങ്കിലും ഒരു സാധനം കഴിക്കുക. അപ്പോൾ ഉച്ചക്കത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കുറയ്ക്കാൻ പറ്റും. ഉച്ചക്കത്തെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചോറാണല്ലോ നമ്മളുടെ യൂഷ്വൽ ഭക്ഷണം. ചോറിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോവും, അത് കുറയ്ക്കുക. ഡെഫിനറ്റ്ലി ഒരു പ്ലേറ്റ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ 1/4 ഓഫ് ദ പ്ലേറ്റേ ചോറാകാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതായത് ഇപ്പോൾ നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല എന്നുണ്ടെങ്കിൽ സാലഡ്സ് ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ റോ ആയിട്ട് സാലഡ്സ് കഴിക്കുക. പിന്നെ പ്രോട്ടീൻ എന്തെങ്കിലും ഉൾപ്പെടുത്തുക, മുട്ടയോ മീനോ ചിക്കനോ. പക്ഷേ അത് കഴിക്കുമ്പോൾ അതിൻ്റെ മീനൊക്കെ കഷ്ണം കഴിക്കുക, ഗ്രേവി അല്ല. അപ്പം ആ ഫാറ്റും അതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ആ കഷ്ണം കഴിച്ചാൽ, ചിക്കൻ ആണെങ്കിലും സ്കിന്നും അത് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആ ലീൻ മീറ്റ് കഴിക്കുക. ബീഫും മട്ടണും ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയറ് നന്നായിട്ട് നിറയും. ഇപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സാലഡ്സൊക്കെ അരിഞ്ഞുകൊണ്ട് പോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കറികൾ കൂടുതൽ കഴിക്കാം. ഇപ്പോൾ തോരനായാലും അവിയലൊക്കെ ആയാലും അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് റൈസിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയ്ക്കുക. റൈസ് എപ്പോഴും കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഉച്ചക്കത്തെ ഫുഡ് വയറ് നിറയും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കട്ടൻ ചായയോ കാപ്പിയോ എന്തായാലും മധുരമില്ലാതെ കുടിക്കുക. പിന്നെ ഇപ്പം ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും ഷുഗർ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആണ്, പക്ഷെ ക്വാണ്ടിറ്റി കൂടരുത്. അതിൻ്റെ ലേബൽ നോക്കിയിട്ട് തന്നെ കഴിക്കുക. പലതും ഷുഗർ ഫ്രീ എന്ന് എഴുതിയാലും ഷുഗർ ഫ്രീ ആവണമെന്ന് നിർബന്ധമില്ല. അതിനകത്ത് ആഡഡ് പ്രിസർവേറ്റീവ്സ് ഒക്കെ കാണും. അപ്പോൾ അതിലും നല്ലത് ഒരു പിടി അവൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഈ പയറോ കടലയോ ഒക്കെ മുളപ്പിച്ചത് കഴിക്കുകയോ. അത് മുളപ്പിച്ചത് ഒരു പിടി കഴിക്കുകയാണെങ്കിൽ തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടും, വയറ് ഫുള്ളാവും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരിത്തിരി കഴിക്കാൻ പറ്റത്തുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ വയറ് ഫുള്ളാവും. അപ്പം നെക്സ്റ്റ് മീൽ എങ്ങനെ പോയാലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വൈകിട്ട് ശരിക്കും ഒരു എക്സസൈസോ എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ പോകാൻ. ഇപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുപോലെ കടലയോ പയറോ എന്തെങ്കിലും കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഏത്തപ്പഴം കഴിക്കാം, ഹാഫ്. അല്ല പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു സ്കൂപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് പോവാം, എന്നിട്ട് നടക്കാനൊക്കെ പോവുക. എന്നിട്ട് തിരിച്ചു വന്നിട്ടാണെങ്കിലും ചപ്പാത്തിയോ ദോശയോ എന്തായാലും 2, മാക്സിമം 3, മാക്സിമം. അതാണ് ബെറ്റർ. ഈ 2 പറയുന്നതിൻ്റെ നമ്മൾ സൈസ് ചെറിയ ചപ്പാത്തിയൊക്കെയാണ്, വളരെ ചെറിയ ചപ്പാത്തി ആണെങ്കിൽ ചിലപ്പോൾ 3 കഴിക്കാം. പക്ഷേ യൂഷ്വലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ സൈസ് അത്യാവശ്യം വലുതല്ലേ, അപ്പോൾ അത് 2 മതിയാവും. പക്ഷേ കറികൾ കൂടുതൽ കഴിക്കാം. അപ്പോൾ എപ്പോഴും സാലഡ്സ് എന്തെങ്കിലും ഇനിഷ്യലി കഴിച്ചിട്ട് ഈ മെയിൻ മീലിനോട് പോയാൽ നമ്മളെ വയറ് നിറയും. അപ്പം നമ്മൾ കൂടുതൽ കഴിക്കില്ല. പിന്നെ എപ്പോഴും ഒരു മെയിൻ മീലിനൊപ്പോഴും ഫ്രൂട്ട് കഴിക്കരുത്. അതെപ്പോഴും ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു പഴം കഴിക്കുന്നവർ പലരും പറയും ഞാൻ പുട്ടും പഴമേ കഴിക്കുകയുള്ളൂ. പക്ഷെ പുട്ടും പഴവും കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം, പുട്ട് തന്നെ ഫുൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൻ്റെ കൂടെ പഴവും കൂടെ കഴിക്കുമ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ കുറയും. പക്ഷേ എന്നാലും ഷുഗർ അന്നേരത്തെ ഒരു പോസ്റ്റ് പ്രാൻഡിൽ വാല്യൂ നോക്കുമ്പോൾ ചിലപ്പോൾ 250, 260 ഒക്കെ കാണാം. പക്ഷെ പിന്നെ കുറയും. പക്ഷേ എന്നാലും അത് അഡ്വൈസബിൾ അല്ല. ബെറ്റർ മീലിനോടൊപ്പം ഫ്രൂട്ട് കഴിക്കാതിരിക്കുക. ഫ്രൂട്ട് കഴിക്കുന്ന എപ്പോഴും ഇടനേരത്ത് കഴിക്കുക, ഒരു 10:30, 11 മണി സമയത്തോ അല്ലെ വൈകിട്ടോ. അതാണ് ഏറ്റവും ഐഡിയൽ സമയങ്ങൾ. രാത്രിയും കിടക്കുന്നതിന് മുമ്പേ ഫ്രൂട്ട് കഴിക്കാൻ നോക്കരുത്. എന്ന് വെച്ചാൽ അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഭയങ്കരമായിട്ട് കൂടും. ഇതൊരു നല്ല അറിവാണ്. കാരണം ഞാനിപ്പോൾ മറ്റേ ഐഡിയൽ ഫുഡ് പ്ലേറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഫ്രൂട്ടും കൂടി ആഡ് ചെയ്യും, നിങ്ങൾ ഒരു പോർഷൻ ഫുഡ്. പക്ഷെ അങ്ങനെയല്ല, ബെറ്റർ മെയിൻ മീലിനൊപ്പം ഫ്രൂട്ട് കഴിക്കാതിരിക്കുന്നതാണ്. അത് ഷുഗർ എന്തായാലും ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നും ആരോ ചോദിച്ചോളൂ മാമ്പഴം കഴിച്ചാൽ കൂടും എന്ന് പറയുന്നുണ്ട്, കൂടുവോ ഇല്ലയോ എന്ന്. അപ്പം മാമ്പഴം കഴിച്ചാൽ കൂടും. മാമ്പഴം നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനം. പക്ഷേ ആ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ്. പക്ഷെ നമ്മൾ ലിമിറ്റ് ചെയ്യണം ക്വാണ്ടിറ്റി. അത് മെയിൻ മീലിന് ഇപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് 2 വർഷം മാമ്പഴം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല. പിന്നെ വേണമെങ്കിൽ 2 വർഷം കഴിച്ചാൽ ചിലപ്പോൾ വലിയ വ്യത്യാസം വരത്തില്ല. ഇടനേരത്താണെങ്കിൽ ബെറ്റർ ആണ്. മാം, ഈ ചക്കക്കാലം വരുന്നതുകൊണ്ട് മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഈ ചക്ക ശരിക്കും പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ? ചക്കയുടെ ഇതെന്ന് പറഞ്ഞാൽ ഫൈബറാണ് കൂടുതൽ. അപ്പോൾ ഫൈബറുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മളുടെ ഷുഗറിൽ സ്പൈക്ക് കുറയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ ചക്കയും ചോറും ഒരിടത്തും ഒരുമിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. അങ്ങനെ അത് അഡ്വൈസബിൾ അല്ല. ഇപ്പം എല്ലാവരുടെയും വിചാരം ചക്ക കഴിച്ചാൽ ഷുഗർ കുറയാതുകൊണ്ട് എല്ലാ നേരവും ചക്ക കഴിക്കാമെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ചക്ക ഇപ്പോൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് മാത്രം കഴിക്കുക, ചോറ് ഒഴിവാക്കുക. ഇപ്പം നമ്മൾ പലരും ചോദിക്കും മരച്ചീനി കഴിച്ചോട്ടെ വൺസിനെ. മരച്ചീനി കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക, പക്ഷേ ഒഴിവാക്കുന്നത് ചോറ് ഒഴിവാക്കുക. വേറെ കറികളുടെ കൂടെ ഇപ്പം മീനാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പോൾ ചക്കയുടെയും പ്രശ്നം അതാണ്. ഈ ചക്ക മാത്രമല്ല എല്ലാവരും കഴിക്കുന്നത്, ചോറിൻ്റെ കൂടെയാണ് ചക്ക കഴിക്കുന്നത്. പിന്നെ ചക്കപ്പഴം നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനം, മാമ്പഴം പോലെ തന്നെ. അപ്പം ചക്കപ്പഴം ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ കൊതിക്ക് 2 പീസൊക്കെ കഴിക്കാം. പക്ഷേ ഒരിടനേരത്ത് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഷുഗർ കയറുന്ന സാധനമാണ്. നമ്മൾ ഈ ഡോക്ടേഴ്സ് വരുമ്പോൾ പൊതുവേ എപ്പോഴും ചോദിക്കാറില്ല ചോദ്യമാണ്. പക്ഷേ ഒരു ഡയബറ്റീസിന് സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറെ കാണുമ്പോൾ അതുമായിട്ടുള്ള ബന്ധം അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ ഉറക്കവും പ്രമേഹം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രമേഹ രോഗികളും അത് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും ഉണ്ട്. സ്ട്രെസ് ലെവൽസ് കാരണം നമുക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഹോർമോൺ ലെവൽസ് ഒരുപാട് കൂടുതലല്ലോ. അപ്പോൾ ഈ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മളുടെ നോർമലി ഉള്ള കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് എല്ലാം കൂടുമ്പോൾ അതെല്ലാം ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കും. അപ്പം ഈ കൂടുതലായിട്ടും ഡയബറ്റിസ് രോഗികൾക്ക് ഉറക്കം വരാത്തതിൻ്റെ ഒരു റീസൺ ഒന്ന് സ്ട്രെസ്സ്, പിന്നെ ഷുഗർ കൂടുതലായിരിക്കും. ഷുഗർ കൂടുതലുള്ളവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ രാത്രി നേരെ ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഡെഫിനറ്റ് ആയിട്ടും കൂടും. അപ്പോൾ ആ ഫാസ്റ്റിംഗ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത ബ്ലഡ് ഷുഗേഴ്സും കൂടും. അപ്പോൾ ആ സ്ട്രെസ്സ് ഒരു വലിയ പ്രശ്നമാണ്.
എന്നുവെച്ചാൽ എല്ലാ സ്ട്രെസ് ഹോർമോൺസും നമ്മളുടെ ഷുഗർ ലെവൽസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പലരോടും യോഗ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഗുലറായ നമ്മളുടെ ആ ഒരു ബ്രീതിങ് എക്സസൈസോ എന്തെങ്കിലും ഒരു നമ്മളുടെ മനസ്സ് കാമാവുന്ന, നമുക്ക് ഉറക്കം നേരെ കിട്ടാൻ വരുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മാം ഈ വ്യായാമം ചെയ്യുന്നത് പ്രമേഹത്തെ കുറയ്ക്കുമെന്ന് പറയുന്നത് ശരിയാണ്? ശരിയാണ്, ഡെഫിനറ്റ്ലി ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നത് വഴി നമ്മളുടെ കുറേ ചേഞ്ചസ് വരുമല്ലേ ശരീരത്തിനകത്ത്. ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണല്ലോ. അപ്പം നമ്മൾ ഡയബറ്റിസ് മാത്രമല്ല, കൊളസ്ട്രോൾ കുറയും, ബാക്കി വെയിറ്റ് വ്യത്യാസം വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പം വ്യായാമം ചെയ്യേണ്ടത് ആഴ്ചയിൽ 150 മിനിറ്റ്, അതാണ് ഐഡിയലി നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നത്. അത് 30 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും ഒരു ഹാഫ് നടത്തമാവാം, അല്ലെങ്കിൽ യോഗ ആവാം, അല്ലെങ്കിൽ സ്വിമ്മിങ്, പിന്നെ എന്ത് എക്സസൈസ് വേണേലും ചെയ്യാം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ശരിക്കും ഒരു 10 മിനിറ്റ് ഒന്ന് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷുഗർ സ്പൈക്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഓവറായിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല ഫുഡ് കഴിഞ്ഞിട്ട്, പക്ഷെ ഒരു ലൈറ്റ് വാക്ക് ആകാം. അത് എപ്പോഴും ഷുഗർ ലെവൽസ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പലരോടും ഈ ഒത്തിരി ഹൈ ആയിട്ട് ബ്ലഡ് ഷുഗർ നിൽക്കുന്നവരോട് പറയാറുണ്ട്, ഒരു 15 മിനിറ്റ് ഭക്ഷണം കഴിച്ച് ഉടനെ കയറി ഇരിക്കാതെ 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കുക. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഒരു സീറ്റിൽ നിന്ന് മറ്റേ സീറ്റ് വരെ ഒന്ന് നടക്കുകയെല്ലാം ചെയ്താൽ തന്നെ ആ ഷുഗറിലെ സ്പൈക്സ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ റെഗുലർ എക്സസൈസിന് ഡെഫിനറ്റായിട്ട് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയബറ്റിസ് മാത്രമല്ല, നമ്മൾ ഈ ഓവറോൾ മെറ്റബോളിക് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം. ഇപ്പം നമ്മളുടെ നാട്ടിലോ ആൾക്കാർക്ക് ഇല്ലാത്തൊരു കാര്യവും അത് തന്നെയാണ്. എല്ലാവരും സെഡൻട്രിയാണ്. അപ്പോൾ ആ സെഡൻട്രി ഹാബിറ്റിൽ നിന്ന് കുറച്ചെങ്കിലും, ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു സോളിയസ് പുഷപ്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂട്യൂബിലും ഇതിലെല്ലാം പറയുന്നുണ്ടല്ലോ. ആ കാഫ് റൈസസിൻ്റെ ഗുണം തന്നെ എന്താ, നമ്മൾ ജസ്റ്റ് ഒരു മിനിമൽ മൂവ്മെൻ്റ് എങ്കിലും കിട്ടുന്നു. ഇരിക്കുന്നിടത്തുനിന്ന് നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ലേ, അറ്റ്ലീസ്റ്റ് ഇത്രയും ചെയ്താൽ തന്നെ നമ്മളുടെ ഒരു മസിലിൻ്റെ ആക്ടിവിറ്റി എങ്കിലും വരുന്നു. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോയിൽ വ്യത്യാസം വരുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം. എന്തെങ്കിലും ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ എല്ലാ മെറ്റബോളിക് ഇഷ്യൂസും ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റും. മാം, അതുപോലെ തന്നെയാണ് ഈ ഒബീസിറ്റിയും പ്രമേഹവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ മെലിഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ സേഫാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മെലിഞ്ഞ ഒരാളെന്ന് പറയുന്നത് ചിലപ്പോൾ കാഴ്ചയിൽ മെലിഞ്ഞായിരിക്കും. നമ്മൾ ഇന്ത്യൻസിനെ പറ്റി പറയുന്നത് നമ്മൾ തിൻ ഫാറ്റ് ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റബോളിക്കലി ഒബീസാണ്. നമ്മളുടെ അവയവങ്ങൾക്ക് ചുറ്റുമുള്ള ഫാറ്റ് ഭയങ്കര കൂടുതലാണ്, വിസറൽ ഫാറ്റ് കൂടുതലാണ്. നമ്മളൊരാളെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ വയറിൻ്റെ ചുറ്റുമുള്ള അവിടെ എല്ലാം കൂടുതലല്ലേ, കുടവയറുണ്ടാവും. അപ്പോൾ ഇതാണ് അതിനകത്തെ മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ തിന്നായിട്ട് ഇരിക്കുകയായിരിക്കും, പക്ഷേ ഈ വിസറൽ ഒബീസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരുപാട് ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് എപ്പോഴും നല്ലത്. കണ്ടാൽ ചിലപ്പം കൈയും കാലും ഒക്കെ മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്, അപ്പം പക്ഷേ വയറ് കാണും. വയറാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഫാറ്റി ലിവർ ഡിസീസും. പെൺകുട്ടികളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കാണുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമുക്ക് നോക്കി അറിയാൻ പറ്റും, മിക്കവാറും എല്ലാ കുട്ടികൾക്കും നല്ല വയറുണ്ടാവും. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ നമ്മളൊരു ശ്രമം നടത്തിയാൽ തന്നെ നമ്മളുടെ പല പ്രശ്നങ്ങളും സോൾവ് ആവും. അതുപോലെ തന്നെയാണ് മാം, ഈ ഒബീസിറ്റി കുറയ്ക്കാനുള്ള മെത്തേഡ്സിനെ പറ്റി സംസാരിച്ചാൽ എന്തായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? മെയിൻ അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ മരുന്ന് വരുന്നുള്ളൂ. ലൈഫ് സ്റ്റൈലിൽ മെയിനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് വെയിറ്റ് വെക്കാൻ. കാർബോഹൈഡ്രേറ്റ് വേണ്ടാന്നല്ല, പക്ഷേ അളവ് കുറയ്ക്കുക. പ്രോട്ടീൻ കൂട്ടുക, ഫാറ്റ് കുറയ്ക്കുക, റെഗുലറായിട്ടൊരു എക്സസൈസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒന്നും ശരിയാവുന്നില്ല, ഒരു 1/2 കിലോ പോലും വെയിറ്റ് കുറയുന്നില്ല, നമുക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷനിലേക്ക് പോകാം. പിന്നെ നമുക്ക് പണ്ട് ഒരുപാട് ഓറൽ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അത്ര ഒരു ഇഫക്റ്റീവ് ആണെന്നില്ല, അതിനൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ള സാധനം അതൊരു GLP-1 എന്ന് പറയും. അത് ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 എന്നാണ് അതിൻ്റെ പേര്.
അത് കൊണ്ട് നമ്മളുടെ വിശപ്പ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗട്ട് ബ്രെയിൻ ആക്സസിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊരു ഫീല് ബ്രെയിൻ കൊടുക്കും. അപ്പം നമ്മൾ ഭക്ഷണം നിർത്തും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഡെഫിനറ്റ് ആയിട്ടും കുറയും. പക്ഷേ അത് തന്നെ പല ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ഇപ്പോൾ ഓറൽ ഡ്രഗ്സ് നേരത്തെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇഞ്ചെക്ഷൻസും ഉണ്ട്. ഇഞ്ചെക്ഷൻസ് ഇപ്പം വേൾഡ് ഓവർ ഏറ്റവും അധികം സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഈ GLP-1 ആണ്. ഒസംബിക്കെന്നും ഒക്കെ മൊഞ്ചാരോ എന്നൊക്കെ ഇപ്പം ഇഷ്ടംപോലെ പരസ്യമൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഈ മൊഞ്ചാരോയുടെ ഒസംബിക്കിൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഇത് വേൾഡ് ഓവർ ഏറ്റവും അധികം വിറ്റുപോകുന്ന മരുന്നുകളിലൊന്നാണിത്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം നമുക്ക് ജനറിക് ഡ്രഗ്സും അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ജനറിക്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അത് വേണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് വേണ്ട. അത് വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ മാത്രമേ വാങ്ങാവുള്ളൂ. ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടല്ലാതെ വേറെ പല രീതിയിലും അത് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ. ചിലപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യം വരത്തില്ല. അവർക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് വേണോ, ഇത്രയും ഡോസ് വേണോ എന്നൊക്കെ ഉള്ളത് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ ഇത് ഉപയോഗിക്കരുത്. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഈ ഒബീസിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ മെറ്റബോളിക് ഹെൽത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയാണ്. അപ്പം നമ്മളുടെ ഡയബറ്റിസ് കുറയും. നമ്മളുടെ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വെയിറ്റ് കുറയുമ്പോഴത്തേക്ക് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾസ് റെഗുലാരിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് കൂടും. പിന്നെ മുട്ടുവേദനയുള്ളവർ, ഇപ്പം മുട്ടുവേദന ഇല്ലാത്ത ചെറുപ്പക്കാർ പോലും ഇല്ല. അപ്പം മുട്ടുവേദന ഭയങ്കരമായിട്ട് കുറയും. എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുകയല്ലേ. അപ്പം നമ്മൾ മുട്ടിലേക്ക് വരുന്ന വെയിറ്റ് കുറയുകയല്ലേ. അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ആർത്രൈറ്റിസ് മാറില്ല, പക്ഷേ പെയിൻ കുറയും. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മളുടെ വേറൊരു പ്രശ്നമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അതായത് ഉറക്കത്തിൽ കൂർക്കം വലിയുള്ള ആൾക്കാരില്ലേ. അപ്പോൾ അവർ ശരിക്കും ഒരു തടസ്സം വരുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർ ചിലപ്പോൾ രാത്രി ഈ വേറെ മെഷീനൊക്കെ വെച്ചായിരിക്കും ഉറങ്ങുന്നത്. CPAP എന്ന് പറഞ്ഞൊരു മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുമ്പോഴത്തേക്കും ഇത് ഡെഫിനറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് കാർഡിയാക് ബെനിഫിറ്റ് ഉണ്ട്, കിഡ്നിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ കാർഡിയോ റീനൽ മെറ്റബോളിക് ബെനിഫിറ്റ്സ് ഉള്ളൊരു വണ്ടർ ഡ്രഗാണ് ശരിക്കും GLP-1. പക്ഷേ അത് വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഉപയോഗിക്കാവുള്ളൂ. മാം, അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രമേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒബിസിറ്റി തന്നെ പ്രശ്നമായതായിക്കോട്ടെ, മനുഷ്യർ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സക്സസ് കണ്ടിരിക്കുന്നത്? അല്ല, പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മൾ ബാക്കി ഇപ്പോൾ വേറെ എല്ലാം നമ്മൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് നോക്കും. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച വന്ന ഒരാൾക്ക് 125 kg, ഒരു യങ് പേഴ്സൺ. അയാൾ ഡയബറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ വളരെ മൈൽഡ് ഡയബറ്റിസേ ഉള്ളൂ. പക്ഷെ വേറെ ഇഷ്യൂസൊന്നുമില്ല. പുള്ളിക്ക് ഒരു തരത്തിലും വെയിറ്റ് കുറയുന്നില്ല. പുള്ളി ഇത് ചോദിച്ച് വന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി ബാക്കിയെല്ലാം നോക്കി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്തു. ഇത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് എന്ന് വെച്ചാൽ വൺസ് വീക്ക്ലിയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും എടുത്താൽ മതി. പെന്നാണ്. പെന്നല്ലാതെ വയലും അവൈലബിൾ ആണ്. ഭയങ്കര സൗകര്യമാണ്. ആകെയുള്ള പ്രശ്നം നമുക്കൊരു GI ഡിസ്റ്റർബൻസ് വരും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു തോന്നൽ, ഒരു ബ്ലോട്ടിങ് സെൻസേഷനൊക്കെ വരും. പക്ഷേ അത് വളരെ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വരത്തില്ല. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാലാണ് ഈ ഛർദ്ദിക്കാൻ വരുന്നൊരു തോന്നൽ കൂടുതലായിട്ട് വരിക. അപ്പം നമ്മൾ അവരോട് ഭക്ഷണം കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യാൻ പറയുക. ഒരുപാട് ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയാം. പക്ഷെ മിക്കവാറും ഒരു 2 ആഴ്ച ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. നമ്മുടെ ക്രേവിങ് ഭയങ്കരമായിട്ട് കുറയും. അപ്പം നല്ല വെയിറ്റ് ലോസ് വരും. ഈ പെർട്ടിക്കുലർ പേഴ്സൺ ഇപ്പോൾ ഒരു 2 മാസമേ ആയുള്ളൂ എടുത്തു തുടങ്ങിയിട്ട്. പുള്ളിക്കൊരു 5 കിലോ കുറഞ്ഞിട്ടുണ്ട്. മാം, അതിൻ്റെ ചെയ്യുന്നതിന് മുന്നേ ഇത് എക്സ്പെൻസീവ് ആണോ എന്നുള്ള ഒരു സംശയം ഉള്ളിലേക്ക്. അതെ. ഇന്നോവേറ്റർ ബ്രാൻഡ് എന്ന് പറയുന്നത് നോവോ നോർഡിസ്കിൻ്റെ മരുന്നാണ്. ഞാൻ പറഞ്ഞ ഒസംബിക് എന്നും മറ്റേ ലില്ലിയുടെ മൊഞ്ചാരോ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഇന്നോവേറ്റർ ബ്രാൻഡ്സ് രണ്ടും എക്സ്പെൻസീവ് ആണ്. പക്ഷേ കോസ്റ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ്സ് ഇപ്പോൾ വന്നതെല്ലാം ജനറിക് ബ്രാൻഡ്സ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 3000-4000 രൂപയ്ക്ക് കാര്യം നടക്കും.
പക്ഷേ ഇഫക്റ്റീവുമാണ്. ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ, പേറ്റൻറ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ഇഫക്റ്റീവ് ആണെന്നാണ് സ്റ്റഡീസ് എല്ലാം വന്നേക്കുന്നത്. മാം, അവനോട് സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് മാത്രമാണ് സംസാരിച്ചത് പ്രമേഹത്തിൻ്റെ. ഇനിയും ശരിക്കും ഈ സംഭാഷണം തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ സമയം നമുക്ക് ഇത്ര തന്നെയുള്ളൂ ഒരു പോഡ്കാസ്റ്റിന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ഒരു പാർട്ട് 2 ആയി സംസാരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.